ഹലോ ഓൾ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് അധികമുള്ളത് കൊണ്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം. DM വാട്ടർ ഉപയോഗിച്ചാണ് ഇത് അടിച്ചെടുക്കുന്നത്. നമുക്കിത് അരിച്ചെടുത്ത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ അരിച്ച് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുന്നതാണിത്. നമുക്കിത് ബീക്കറിലേക്ക് ഇടാം. ഇതിൻ്റെ ക്യാരറ്റ് ജ്യൂസിൻ്റെ അളവെന്ന് പറയുന്നത് 304.35 ഗ്രാമാണ്. ഇനി നമുക്കിതിലേക്ക് ലൈ ആഡ് ചെയ്യാം, അതായത് കാസ്റ്റിക് സോഡ 152.18 ഗ്രാം കാസ്റ്റിക് സോഡ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽസ് എല്ലാം ആഡ് ചെയ്യാം. ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിക്കാം, 500 ഗ്രാം. നമുക്കിതിലേക്ക് പാം ഓയിൽ ആഡ് ചെയ്യാം, 300 ഗ്രാം. നമുക്കിതിലേക്ക് റൈസ് ബ്രാൻഡ് ഓയിൽ 80 ഗ്രാം, കാസ്റ്റർ ഓയിൽ 20 ഗ്രാം, നമുക്കിതിലേക്ക് ഷിയ ബട്ടറും കൂടി ആഡ് ചെയ്യാം. അത് 100 ഗ്രാമാണ്. നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ഷിയ ബട്ടർ ആഡ് ചെയ്തത്. ഇനി എല്ലാ ഓയിൽസും കൂടി നന്നായി മിക്സ് ചെയ്യുക. ക്യാരറ്റിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാലോ. ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നല്ല കളർ വയ്ക്കാനൊക്കെ ക്യാരറ്റ് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ഓയിൽസ് എല്ലാം മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഈ ക്യാരറ്റും കാസ്റ്റിക് സോഡ, അതായത് ലൈയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അരിച്ച് ഒഴിക്കുക. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിന് ചെറിയൊരു കളറ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ടർമറിക് പൗഡർ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുത്തതാണ്, അത് ആഡ് ചെയ്യാം കുറച്ച്. അപ്പോൾ ശരിക്കും ഒരു ക്യാരറ്റിൻ്റെ കളറ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടർമറിക്കിൻ്റെ പൗഡർ വെച്ചിട്ട് ആഡ് ചെയ്തത്. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. ഒരു 35 ഗ്രാം ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ക്യാരറ്റിൻ്റെ ഒരു കളറ് വന്നിട്ടുണ്ട്. ആ കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടർമറിക്കിൻ്റെ പൗഡർ ആഡ് ചെയ്തത്. നമ്മൾ സോപ്പ് ഉണ്ടാക്കി വരുമ്പോഴും ഒട്ടും കളർ ഉണ്ടാവില്ല. നമുക്കിത് മോൾഡിലേക്ക് ഒഴിക്കാം. 24 hours കഴിഞ്ഞിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്യാം. നല്ല അടിപൊളി സോപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളതാണ് സോപ്പിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് സോപ്പിന്. നമുക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ ഓൾ.